ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മീഷോയുടെ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒന്നാമത്തെ ഐറ്റം വന്നിട്ട് ഇതുപോലൊരു വലിയ ഐറ്റംസ് ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മാട്രസ് പ്രൊട്ടക്ടർ ആണ്. ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെഡിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ വന്നിട്ടുള്ളത്. മീഷോയിൽ നിന്ന് മാട്രസ് പ്രൊട്ടക്ടർ എന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് വന്നിട്ട് മൂത്രമൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡിൽ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ഈ ഒരു സംഭവം വിരിച്ചു കഴിഞ്ഞാൽ ബെഡിലോട്ട് ആവത്തില്ല. ഈ ഒരു ഇതിൽ തന്നെ അത് ഉണങ്ങിപ്പോയിക്കോളും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങി നോക്കിയതാണ്. ഇതിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കാം. ഒരുപാട് നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്. അതൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് കവർ മോഡലാണ്. അതിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയും അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുമല്ലോ, കവറിന്റെ ആ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ. ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് തന്നിട്ടുള്ളത്. ഒരു ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പല കളേഴ്സ് അവൈലബിൾ ആണ്. പിങ്ക്, ഒരു ഡാർക്ക് റോസ്, അതുപോലെ ബ്ലൂ, ക്രീം കളറ്, മെറൂൺ കളറ്, നേവി ബ്ലൂ ഒക്കെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കളേഴ്സ്. ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് കാനുണ്ട് കേട്ടോ, വെയിറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് ഒരു വെൽവെറ്റ്, ഭയങ്കര നല്ല വെൽവെറ്റ് അല്ല, ഒരു ചെറിയ ടൈപ്പ് വെൽവെറ്റിന്റെ പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ 4 സൈഡിലും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബെഡിന് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകത്തൊന്നുമില്ല. നമ്മുടെ ബെഡിന് നല്ല ഫുൾ കവറേജിൽ നിന്നോളും. പിന്നെ ഇതിന്റെ സൈഡിൽ വന്നിട്ട് ഈ ശീല മാത്രമേ ഉള്ളൂ. നമ്മൾ ബെഡിന് ഇങ്ങനെ സൈഡ് ചെയ്യൂലേ, ആ സൈഡിന് ഇങ്ങനത്തെ ശീല മാത്രമേ ഉള്ളൂ. അല്ലാത്തയിടത്ത് ഇതുപോലെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടില് ഇങ്ങനെ, ഉള്ളില് ഇതുപോലെ. ഒരു പ്ലാസ്റ്റിക് ആണോന്ന് ചോദിച്ചാല് പ്ലാസ്റ്റിക്കിന്റെ പോലെയല്ല, പക്ഷെ വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഴഞ്ഞ രീതിയിലുള്ള ഒരു കവർ മോഡലാണ്. പ്ലാസ്റ്റിക്കിന്റെ പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ കണ്ടിട്ട് ഇതിന്റെ ഉള്ളിലൂടെ വെള്ളം പുറത്തേക്ക് പോരും തോന്നുന്നില്ല. എന്തായാലും യൂസ് ചെയ്തിട്ടേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഇത് കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെയാണ് കേട്ടോ. 4 സൈഡും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങാൻ തന്നെ കാരണം. പിന്നെ ഇതിന്റെ സൈസ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ മാട്രസ് പ്രൊട്ടക്ടർ ഒരുപാട് മോഡൽസിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈസ് പലതിലും പല രീതിയാണ്. നമ്മുടെ ബെഡിന്റെ സൈസിനനുസരിച്ചിട്ട് അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 72x40 അങ്ങനത്തെ പല സൈസുകളും കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈസ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ഡബിൾന്ന് കണ്ടത്, ഡബിൾ ബെഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡബിൾന്ന് കണ്ടപ്പോൾ ആ ഒരു സൈസ് എടുത്തിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് ബെഡിന് വിരിച്ചു നോക്കണം കറക്റ്റ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വലിയ രീതിയിലുള്ളതാണ്, വലുതാണ് കണ്ടിട്ട്. അപ്പം അതെന്തായാലും ഇട്ട് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇട്ട് നോക്കിയിട്ട് അതിന്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ സൈഡിൽ കൊടുക്കാം. ഇത് റിവ്യൂ ഞാൻ എന്തായാലും ഇട്ട് നോക്കിയതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ഡബിൾ സൈസ് ആണ്, പല കളേഴ്സ് അവൈലബിൾ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് ആണ്. എന്തായാലും അടിപൊളി സാധനമാണ്. എന്തായാലും യൂസ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇതാണ് ഒരു പ്രോഡക്റ്റ്. കാരണം ഒരുപാട് നാള് വിചാരിച്ചതാണ് വാങ്ങണം.
രണ്ടാമത്തത് വന്നിട്ട് ഇതാ ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കട്ടോ. 2 പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് ബെഡ്ഷീറ്റ് വന്നിട്ട്. ഈ ബെഡ്ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മീഷോയിൽ ഇതുപോലത്തെ ഇലാസ്റ്റിക് ടൈപ്പ് ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിന്റെ 4 സൈഡിലും ഇലാസ്റ്റിക് കൊടുത്തത് കണ്ടിട്ട്, ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ഉണ്ട്, അത് കൊടുത്തത് കണ്ടിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കളറും അതുപോലെ നല്ല ഭംഗിയുള്ള കളറാണ്. പ്രൈസ് വന്നിട്ട് കുറവാണ്, 300 റുപ്പീസ് ആ ഒരു രീതിയിലുള്ള പ്രൈസ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളറാണ്, ഒരു ബ്ലൂ, വേറൊരു രീതിയിലുള്ള ബ്ലൂവും ഓറഞ്ചും വൈറ്റും ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ പ്രിന്റിങ്ങിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് വന്നിട്ട്. നമ്മുടെ ബെഡ്ഷീറ്റിന്റെ പോലെ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്, പിന്നെ ഇത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മളൊന്ന് അലക്കി കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങും കേട്ടോ. ഇത്രയും കട്ടിയൊന്നും ഉണ്ടാവില്ല അലക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതിന് 2 പില്ലോ കവർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പില്ലോ കവർ വന്നിട്ട്. ഫോട്ടോയിൽ നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതിന്റെ കളർ കുറച്ചൊരു ഫെയ്ഡായ പോലെ ഇതിൽ കാണിക്കുന്നു. ഭയങ്കര നല്ല ഭംഗിയുള്ള, നിങ്ങൾ ഈ പിക്ചറിൽ വീഡിയോയിൽ കാണുന്ന അത്രയും കളറ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനില്ല കേട്ടോ. അതിൽ കാണുന്ന ആ ഒരു ഭംഗി ഇതിനില്ല. ഇതിന്റെ കളറ് അവിടെയും ഇവിടെയൊക്കെ ഒരു ഫെയ്ഡായ പോലെ എനിക്ക് തോന്നി. അപ്പൊ എനിക്കെന്തോ വലിയൊരു ഇത് തോന്നിയില്ല. ഇത് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. വേറൊരു ബെഡ്ഷീറ്റ് വാങ്ങി നോക്കാന്ന് വിചാരിച്ചു. ഇത് കളർ ഫെയ്ഡായ പോലെ, നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയും ഇവിടെയൊക്കെ ഒരു നരച്ച പോലെയൊക്കെ, അതുപോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഈ കളറിന്റെ കുഴപ്പമാണോ അതും അറിയില്ല. പക്ഷെ എന്തായാലും ഇത് എനിക്ക് കളറും കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെ നല്ല ഇഷ്ടമായി, പ്രിന്റൊക്കെ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. പക്ഷെ എന്തോ കയ്യിൽ കിട്ടി ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കളർ അവിടെയും ഇവിടെയും ഫെയ്ഡായ പോലെ നരച്ച പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യാണ്. അടുത്ത സാധനം വന്നിട്ട് ഇങ്ങനൊരു പാക്കേജിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു കിച്ചണിലോട്ട് വാങ്ങിയ ഐറ്റമാണ്, ഒരു ബോക്സ് ആണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ 4 സ്പൂൺസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സാധനമാണ് ഇത്. 4 അറകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും, ഇനി കടുക്, കുരുമുളക്, ഉലുവ, ജീരകം അങ്ങനെ എന്തെങ്കിലും ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൗഡർ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും, നമ്മളിപ്പോൾ വെജിറ്റബിൾ എന്തെങ്കിലോ ഉള്ളിയോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തത്, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ വെക്കുന്നത്, അങ്ങനെയുള്ള സാധനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഇതിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതിൽ സ്പൂൺസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരെണ്ണമല്ല, വേറെ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു കോംബോ ഓഫർ ആയിട്ട് കിട്ടിയിട്ടുള്ള കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 150 സംതിങ് അങ്ങനെ എന്തോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ഫോട്ടോയിൽ കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പമില്ല കേട്ടോ. രണ്ടും കുറച്ച് ചെറിയ സൈസാണ്. എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് അതിൽ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ള ഒന്നാണ്, കോംബോ ഓഫറിൽ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ പീല് ചെയ്യുന്ന കത്തിയാണ്. നമുക്ക് വെജിറ്റബിൾ ആണ്, ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. ഇത് വന്നിട്ടൊരു കുഞ്ഞു സാധനമാണ്. നമ്മൾ ക്യാരറ്റും കാബേജും അങ്ങനെയൊക്കെ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരതി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കിട്ടൂല, അങ്ങനെ കട്ട് ചെയ്യണ ഒരു ഇതും കൂടാണ്. ഇത് അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിലോട്ട് വാങ്ങിയിട്ടുള്ള 2-3 സാധനങ്ങൾ. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മാറ്റിന്റെയും അതുപോലെ വേറൊരു കിച്ചണിലോട്ട് വെക്കുന്ന ഒരു ബോക്സിന്റെ ഒക്കെ വീഡിയോ, അതിന്റെ കൂടെ വാങ്ങിയതാണ്. അത് കുറച്ച് നേരത്തെ കിട്ടി, അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ എടുത്തു. ഇതിപ്പോഴാണ് കിട്ടുന്നത് 3ഉം കൂടെ ഒരുമിച്ച്. അപ്പൊ ഞാൻ അത് ഇപ്പോൾ ചെയ്യാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാത്തു നിന്നാൽ കുറെ ടൈം എടുക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
വന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.